അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 22 ഞായറാഴ്ച. പ്രധാനമന്ത്രി മോദി നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴെല്ലാം പുതിയ സഹകരണ മേഖലകൾ കണ്ടെത്താനുള്ള നമ്മുടെ കഴിവ് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇന്നും അത് വ്യത്യസ്തമായിരുന്നില്ല. ഡെലാവറിലെ വിൽമിംഗ്ടണിലുള്ള തന്റെ വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് ജോ ബൈഡൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചതാണിത്. ഇന്ത്യ US പങ്കാളിത്തം ചരിത്രത്തിലെ ഏത് കാലത്തേക്കാളും കൂടുതൽ ശക്തവും ചലനാത്മകവുമാണെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. തനിക്ക് ആതിഥ്യമരുളിയതിന് ജോ ബൈഡനെ നന്ദി രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി മോദി ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും യോഗത്തിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തെന്നും സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ച് 5 മാസത്തിനു ശേഷം രാഷ്ട്രീയ വിവാദം ആളിക്കത്തിയ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. DGP റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറും. മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് MLA PV അൻവർ മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചെന്നും മുഖ്യമന്ത്രി നിലപാട് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫോൺ ചോർത്തൽ പുറത്തുവിട്ടത് ജനനന്മ ലക്ഷ്യമിട്ട് ചെയ്തതാണെന്നും തന്റെ ആരോപണത്തിൽ പോലീസിലെ ക്രിമിനലുകളുടെ മനോവീര്യമാണ് തകർന്നതെന്നും മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ലെന്നും കോൺഗ്രസിൽ നിന്നാണ് വന്നതെന്നുമുള്ള പിണറായി വിജയന്റെ ആരോപണത്തിനുള്ള മറുപടിയായി താൻ മാത്രമല്ല EMSഉം പഴയ കോൺഗ്രസുകാരനായിരുന്നുവെന്ന് PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇതൊക്കെ ഒരു വിശദീകരണം കൊണ്ടോ പത്രസമ്മേളനം കൊണ്ടോ തീരുന്ന വിഷയങ്ങളല്ലെന്നും MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നും PV അൻവറിന്റെ പ്രവേശനം UDF ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ എല്ലാ കൊള്ളക്കാരെയും സാമൂഹ്യ വിരുദ്ധരെയും സംരക്ഷിക്കുന്ന നിലയിലേക്ക് പിണറായി വിജയൻ ഭരണകൂടം മാറിയതായി മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്രസമ്മേളനം വ്യക്തമാക്കുന്നതായി രമേശ് ചെന്നിത്തല. 2 കാര്യങ്ങൾ കൂടി ഇതിലൂടെ വ്യക്തമാകുന്നു. 1, PV അൻവർ തെറിക്കും. 2, അന്വേഷണ റിപ്പോർട്ട് ADGP അജിത് കുമാറിന് അനുകൂലമായിരിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണപക്ഷ MLA ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ADGPക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോകമാക്കി എന്ന് പറഞ്ഞ PV അൻവറിനെതിരെ മുഖ്യമന്ത്രി കേസെടുക്കട്ടെയെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. ആരോപണങ്ങൾ തെറ്റെങ്കിൽ മാധ്യമങ്ങളല്ല അൻവറാണ് കേരളത്തെ അപമാനിക്കുന്നതെന്നും അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്താവുന്ന തെളിവുകൾ അജിത് കുമാറിന്റെ കൈവശമുണ്ടെന്ന് സംശയിക്കേണ്ടി വരുമെന്നും മുരളീധരൻ സംശയം പ്രകടിപ്പിച്ചു. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. കവിയൂർ പൊന്നമ്മയ്ക്ക് യാത്രാമൊഴി നൽകി കേരളം. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ ആലുവ കരുമാലൂരിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. സൂപ്പർ താരങ്ങളടക്കം മലയാള സിനിമയിലെ പ്രമുഖരുടെ വലിയ നിരയാണ് പൊതുദർശനത്തിലും സംസ്കാര ചടങ്ങിലും പങ്കെടുത്തത്. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കും. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് കുടുംബത്തിന്റെ തീരുമാനം. നാളെ രാവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതിനുശേഷം എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനമുണ്ടാകും. ഇതിനുശേഷം വൈകിട്ടാകും മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുക. ശിരൂർ ഗംഗാവാലി പുഴയിലെ തിരച്ചിലിൽ ലഭിച്ച ക്യാബിനും ടയറുകളും അർജുന്റെ ലോറിയുടേതല്ലെന്ന് സ്ഥിരീകരിച്ചു. കണ്ടെത്തിയത് തന്റെ ലോറിയുടെ ഭാഗങ്ങളല്ലെന്ന് അർജുൻ ഓടിച്ച വാഹനത്തിന്റെ ഉടമ മനാഫും സ്ഥിരീകരിച്ചു. പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്നും തിരച്ചിൽ തുടരുമെന്ന് അറിയിച്ചു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിതിൻ ജാംദാറിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി.
ബോംബെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് KR ശ്രീറാമിനെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസ് നിയമനം വൈകുന്നതിനെതിരെ ഹർജി അടുത്ത ആഴ്ച സുപ്രീം കോടതി പരിഗണിക്കാൻ ഇരിക്കെയാണ് കേന്ദ്രം നിയമന വിജ്ഞാപനം ഇറക്കിയത്. കടയിൽ കയറി അതിക്രമം കാണിച്ചതിന് CPM തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി അറസ്റ്റിൽ. സ്ത്രീകളെയും കുട്ടികളെയും കയ്യേറ്റം ചെയ്തെന്ന പരാതിയിലാണ് ആര്യനാട് പോലീസ് വെള്ളനാട് ശശിയെ അറസ്റ്റ് ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി ഉൾപ്പെട്ട കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംഭവത്തിൽ അനീതി ഉണ്ടായതായാണ് തോന്നുന്നത്. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത്. കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം ഒരു അച്ഛൻ എന്ന നിലയിൽ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും തൊഴിൽ ചൂഷണം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വയനാട്ടിൽ കാലാവസ്ഥ പ്രവചിക്കാൻ പുതിയ റഡാർ സ്ഥാപിക്കുന്നു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ കീഴിലാണ് 150 കിലോമീറ്റർ വരെ പരിധിയിൽ സിഗ്നൽ ലഭിക്കാൻ ശേഷിയുള്ള S-ബാൻഡ് റഡാർ സ്ഥാപിക്കുന്നത്. ആലപ്പുഴയിൽ എംപോക്സ് എന്ന് സംശയം. വിദേശത്തു നിന്ന് എത്തിയ ഒരാളെ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ കുടുംബം ക്വാറന്റൈനിലാണ്. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ള 6 പേരുടെ പരിശോധനാ ഫലം കൂടി ഇന്നലെ നെഗറ്റീവായി. ഇതുവരെ 74 പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. ഇന്നലെ പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദില്ലിയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 3ാമത്തെ സ്ത്രീയാണ് അതിഷി. ഗോപാൽ റായ്, കൈലാഷ് ഗെഹ്ലോട്ട്, സൗരഭ് ഭരദ്വാജ്, ഇമ്രാൻ ഹുസൈൻ, മുകേഷ് അഹ്ലാവത് എന്നിവർ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. BJPയും ലഫ്റ്റനന്റ് ഗവർണറും ദില്ലിയുടെ വികസനം തടയുകയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലേന. പുതിയ ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് BJPക്ക് എതിരെയുള്ള രൂക്ഷ വിമർശനം. എന്നാൽ തടസ്സപ്പെട്ട വികസന പ്രവർത്തനങ്ങളെല്ലാം ഉടനടി പുനരാരംഭിക്കുമെന്ന് ദില്ലിയിലെ ജനങ്ങൾക്ക് താൻ ഉറപ്പു നൽകുകയാണെന്നും അതിഷി വ്യക്തമാക്കി. ഉത്തർപ്രദേശിൽ 13കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയാണ് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. സംഭവത്തിൽ ഛത്ത പോലീസ് 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾ ഒളിവിലാണെന്നും ഇവരിൽ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും 3ാമത്തെ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ഇന്ത്യയുടെ വളർച്ച ശ്രീലങ്കയ്ക്ക് നൽകുന്നത് വലിയ സാധ്യതകളാണെന്ന് ശ്രീലങ്കൻ എയർലൈൻസ് CEO റിച്ചാർഡ് നട്ടൽ. ഇന്ത്യയിൽ നിന്ന് കൊളംബോയിലെത്തിയ മാധ്യമ സംഘത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയർ മാർഷൽ അമർപ്രീത് സിംഗ് ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായി ചുമതലയേൽക്കും. എയർ ചീഫ് മാർഷൽ VR ചൌധരി സെപ്റ്റംബർ 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് നിലവിൽ വ്യോമസേന ഉപമേധാവിയായ അമർപ്രീത് സിംഗ് വ്യോമസേനാ മേധാവി പദവിയിലേക്ക് എത്തുന്നത്. കാശ്മീർ, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ 4 സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭരണം നഷ്ടമാകുന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് ഡോക്ടർ ശശി തരൂർ. 2025 75 വയസ്സ് പൂർത്തിയാകുന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനം ഒഴിയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെയുള്ള ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ഗാസയിലും ബെയ്റൂട്ടിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിലെ ഒരു സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 22ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 31ആയി. ഇതിൽ 16 പേർ ഹിസ്ബുള്ള അംഗങ്ങളാണെന്ന് ഹിസ്ബുള്ള നേതാക്കൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിനെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് വിജയസാധ്യത. 515 റൺസ് വിജയലക്ഷ്യവുമായി 2ാം ഇന്നിംഗ്സ് ആരംഭിച്ച ബംഗ്ലാദേശ് 3ാം ദിനം വെളിച്ചക്കുറവിനെ തുടർന്ന് നേരത്തെ കളി നിർത്തുമ്പോൾ 4-158 എന്ന നിലയിലാണ്. ചെസ് ഒളിമ്പ്യാഡിന്റെ റോളിംഗ് ട്രോഫി ഇന്ത്യയിൽ നിന്ന് കാണാതായി. ഇന്ത്യയുടെ പക്കലുണ്ടായിരുന്ന കഴിഞ്ഞ തവണ ജേതാക്കളായപ്പോൾ കിട്ടിയ റോളിംഗ് ട്രോഫിയാണ് കാണാതായത്.
ഹംഗറിയിലെ ചെസ് ഒളിമ്പ്യാഡിന്റെ സമ്മാനദാന ചടങ്ങിനായി അന്താരാഷ്ട്ര ഫെഡറേഷൻ ട്രോഫി ആവശ്യപ്പെട്ടപ്പോഴാണ് ട്രോഫി കാണാനില്ലെന്ന് അറിഞ്ഞത്. യഥാർത്ഥ ട്രോഫിയുടെ മാതൃകയിൽ മറ്റൊന്നുണ്ടാക്കി അന്താരാഷ്ട്ര ഫെഡറേഷനെ കൈമാറിയാണ് ഇന്ത്യ പ്രശ്നം പരിഹരിച്ചത്. ട്രോഫി കാണാതായ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയെന്ന് ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ അറിയിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.